ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 14,000 ടണ്ണ് കേവ് ഭാരമുള്ള നോഹയുടെ പേടകം അഥവാ കപ്പല്, 17,600 ഇനം ജീവജാലങ്ങൾ കയറ്റിയ നോഹയുടെ പേടകം കൃപ കണ്ടെത്തി വളഞ്ഞു കൊടുക്കുക എന്നാണ് വാക്കിനർത്ഥം. കൃപ എന്ന് പറഞ്ഞാൽ വളഞ്ഞു കൊടുക്കലാണ്. എന്താണ് ഈ വളഞ്ഞു കൊടുക്കൽ? പിന്നെ ഈ ചരിത്രം ഒരാളിലേക്ക് ചുരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. ഉടമ്പടി എന്ന വാക്ക് ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേദ പാഠം, തിരുവചന പാഠം. ഈ വക കാര്യങ്ങൾ എല്ലാമാണ് ഇന്ന് പഴയ നിയമ വചനധ്യാനം ക്ലാസ് 58 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 6-ാമത്തെ അധ്യായം. നമ്മൾ ഈ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിട്ട് കുറച്ച് നേരമായി. ഇപ്പൊ നമ്മൾ ഈ അധ്യായം ഇന്ന് പൂർത്തിയാക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയുടെ ഓരോ ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും യാഹ്വേ കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യാഹ്വേ ഖേദിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനിക്കുമോ, ഖേദിക്കുമോ, ദൈവം റിഗ്രറ്റ് ചെയ്യോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ ഈ ജലപ്രളയത്തെക്കുറിച്ചുള്ള ബാബിലോണിയയിൽ നിന്നിരുന്ന ചില പുരാണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങളാണ്. തിരുവചനം ആദ്യം കേൾക്കാം, എന്നിട്ട് അതിലത്തെ പ്രധാനപ്പെട്ട വചനങ്ങൾ നമുക്ക് അപഗ്രഥിക്കാം. യാഹ്വേ അരുളി ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ യാഹ്വേയുടെ മുമ്പിൽ കൃപ കണ്ടെത്തി. ഇതാണ് നോഹയുടെ വംശപരമ്പര. നോഹ നീതിമാനായ മനുഷ്യനായിരുന്നു. ആ തലമുറയിലെ നിഷ്കളങ്കൻ. അവൻ ദൈവത്തോടൊപ്പം നടന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി, ഷേം, ഹാം, യാഫെത്ത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. ഭൂമിയിലെങ്ങും അക്രമം നടമാടി. ദൈവം ഭൂമിയെ നോക്കി. അത് സർവത്ര മലിനമായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് അരുളി ചെയ്തു, സകല ജഡങ്ങളുടെയും അന്ത്യം എന്റെ മുമ്പിൽ ഞാൻ കാണുന്നു. അവർ മൂലം ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക. അതിനുള്ളിൽ അറകൾ തിരിക്കുക. പെട്ടകത്തിന്റെ അകത്തും പുറത്തും കീല് തയ്ക്കണം. ഇങ്ങനെയാണ് പെട്ടകം ഉണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിന് ഒരു കിളിവാതിൽ വേണം. ഒരു വശത്ത് ഒരു വാതിലും വെക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടുകളായി വേണം പെട്ടകം നിർമ്മിക്കാൻ. നോക്കൂ, ഞാൻ തന്നെ ഭൂതലത്തിലെല്ലാം ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ള സകലതും നശിച്ചു പോകും. എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം. നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും നിന്നോടൊപ്പം ജീവിച്ചിരിക്കേണ്ടതിന് എല്ലാ ജീവജാലങ്ങളിൽ നിന്ന്, സകല ജഡത്തിൽ നിന്നും തന്നെ ആണും പെണ്ണുമായി ഈ 2 എണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സംരക്ഷിക്കണം. വിവിധനം പക്ഷികളിൽ നിന്നും വിവിധ തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിൽ വിവിധ ഇനം ഇഴജാതികളിൽ നിന്നും ഈ 2 എണ്ണം നിന്റെ കൂടെ വരട്ടെ. അങ്ങനെ അവയുടെ ജീവൻ സംരക്ഷിക്കപ്പെടട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി ഭക്ഷ്യയോഗ്യമായ എല്ലാ സാധനങ്ങളും ശേഖരിച്ചു വെക്കണം. നോഹ അങ്ങനെ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. നമുക്ക് പെട്ടെന്ന് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു വചനമാണ്. എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് ഞാൻ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. അപ്പൊ മനുഷ്യനോടൊപ്പം എന്തിനാണ് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ദൈവം നാമാവശേഷമാക്കുന്നത്? മനുഷ്യന്റെ തിന്മയും ആർത്തിയും പ്രകൃതിയെ ആകമാനം ദോഷകരമായി ബാധിക്കുന്നു. ഇത് പണ്ടത്തെക്കാൾ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ആഗോള താപനം, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ തന്നെ ഈ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിയുന്നു, നദിയിലേക്ക് വലിച്ചെറിയുന്നു, കടലിലേക്ക് വലിച്ചെറിയുന്നു. നമ്മുടെ പ്രളയത്തിന് സമയത്ത് നമ്മൾ കണ്ടതാണ് എന്തുമാത്രം മാലിന്യമാണ് കടൽ നമുക്ക് തിരിച്ചു തന്നേന്ന്. നമ്മൾ യാതൊരു ദയയുമില്ലാതെ കനിവുമില്ലാതെ ഈ പ്രകൃതി അങ്ങ് ചൂഷണം ചെയ്യാണ്.
നമ്മൾ കണ്ട തങ്ങളെല്ലാം അവിടെ ഇവിടെ വലിച്ചെറിയുക. എന്നിട്ട് സർക്കാരും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മളും ചെയ്യുന്നില്ല. അങ്ങനെ പ്രകൃതിയും മുഴുവൻ ചൂഷണം ചെയ്യാണ്. പ്രപഞ്ചത്തെയും സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം നമ്മുടെ ആർത്തിയും ശ്രദ്ധയില്ലായ്മയും കനിവില്ലായ്മയും ദയയില്ലായ്മയും പ്രകൃതിയെ മൊത്തത്തിൽ ദുഷിപ്പിക്കുകയാണ്. പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആഗോളതാപനം, തീർച്ചയായിട്ടും പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ട്. എങ്കിലും അതിനെ ത്വരിതഗതിയിലാക്കാനായിട്ട് മനുഷ്യന്റെ ആർത്തി കാരണമായിട്ടുണ്ട്, മനുഷ്യന്റെ തിന്മ കാരണമായിട്ടുണ്ട്. നമുക്കറിയാലോ ഈ നിയമം ലംഘിച്ചുള്ള ക്വാറി പ്രവർത്തനങ്ങള്, അതുപോലെ കരിമണൽ ഖനനം, ഇങ്ങനെ ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് അഴിമതി ചേരുകയാണ്. അപ്പൊ ഈ പണം 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 ഈ ഭൗതിക വസ്തുക്കള് എന്തിനു വേണ്ടിയെന്ന് ചിന്തിക്കാതെ ആർത്തി കൂടുകയാണ്. അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദുഷിപ്പിക്കുന്നു. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണിത്. പക്ഷേ താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്നവര്, അത് നമ്മെ ഭരിക്കാനായി നാം തെരഞ്ഞെടുക്കുന്നവർ തന്നെ പലപ്പോഴും ഇക്കാര്യം മറന്നു പോകുന്നു. മനഃപൂർവ്വം അവര് അത് മറക്കുന്നു. മനഃപൂർവ്വം അത് മറക്കുകയല്ല, ബോധപൂർവം അത് തമസ്കരിക്കുന്നു. പക്ഷേ എല്ലാവരും സഹിക്കാൻ, ഈ ഭരണാധികാരികളുടെ ദോഷകരമായ തീരുമാനങ്ങൾ കാരണം എല്ലാവരും, ലോകത്തിൽ സകലരും സഹിക്കാൻ, പ്രകൃതിയും സഹിക്കാൻ കാരണമാകുന്നു. മൃഗങ്ങള് ചിലപ്പോൾ വംശനാശം നേരിടുന്നു. ഇതെല്ലാം മനുഷ്യന് ഭൗതിക ലോകത്തോടുള്ള ആർത്തിയാണ് അതിന്റെ മുഖ്യ കാരണം. മറ്റു കാരണങ്ങളും കാണും. അപ്പൊ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കുന്നത് പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളിലൂടെയാണ്. അപ്പം സുനാമി, പ്രളയം, പിന്നെ ഉരുൾപൊട്ടല്, ഇങ്ങനെ പല കാര്യങ്ങളും ദൈവം ചെയ്യുന്നത് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നിഷ്കളങ്കരെന്ന് വിചാരിക്കുന്നവരും അതിൽ ഒലിച്ചു പോകുന്നു. പക്ഷെ അവരെല്ലാം അത്ര നിഷ്കളങ്കരാണോ? വ്യക്തിപരമായ പാപമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ അനീതിയെ എതിർക്കാതിരിക്കുന്നവരെല്ലാം അനീതി സഹിക്കാൻ തയ്യാറായി നടക്കുന്നവരാണ്. നമ്മൾ അനീതി എതിർക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ, പ്രാണൻ തന്നെ കളയുന്നതിന് തുല്യമാണ്. പക്ഷെ അതിലൂടെയാണ് പ്രകൃതി, അതായത് നമുക്ക് ശേഷമെങ്കിലും കുറച്ചെങ്കിലും നന്മ അവശേഷിക്കുക. നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭരണാധികാരികളുടെ അഴിമതികളെ നമ്മൾ വെച്ച് പൊറപ്പിക്കുന്നു. അതിലൂടെ ഒരു നാട് തന്നെ നശിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും പ്രാണൻ കളയാൻ തയ്യാറായി അനീതിയെ എതിർക്കാൻ നിന്നാലേ കുറച്ച് പേർക്കെങ്കിലും നീതി കിട്ടൂ. പക്ഷെ അങ്ങനെ ഞാൻ മൂലം നിങ്ങൾ നീതി അനുഭവിക്കേണ്ട എന്നാണ് പലരും ചിന്തിക്കണേ. അതിന്റെ ദോഷഫലമോ എല്ലാവരും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ കാരണമാകുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അമിതമായ തിന്മ, മനുഷ്യന്റെ അമിതമായ തിന്മ, അത് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിയെ ഉപയോഗിച്ച് തന്നെ ദൈവം ഒരു ശുദ്ധീകരണം കൊണ്ടുവരികയാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നോഹ യാഹ്വേയുടെ മുമ്പിൽ കൃപ കണ്ടെത്തി. ഈ പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്യുമ്പോഴും അവിടെ നീതിമാനായ ഒരു മനുഷ്യനുണ്ട്. നോഹ യാഹ്വേയുടെ മുമ്പിൽ കൃപ കണ്ടെത്തി എന്നാണ്. കൃപ എന്നതിനുള്ള ഗ്രീക്ക് വാക്ക്, ഹീബ്രു വാക്ക് ഹേൻ എന്നാണ്. ഹേൻ, നമ്മള് ഹന്നാൻ ഇല്ലേ, യോഹന്നാൻ എന്നൊക്കെ പറയില്ലേ, ഹന്നാൻ വെള്ളം. ഹേൻ എന്നാണ് വാക്ക് കൃപ. അതിന്റെ ക്രിയാരൂപത്തിന് വളയുക, കുമ്പിട്ട് കൊടുക്കുക, താഴുക എന്നൊക്കെയാണ് ആക്ഷരികാർത്ഥം. അപ്പൊ ദൈവം തന്റെ ദൈവത്വം എന്ന പദവി വിട്ട് എളിയവനായ നോഹയിലേക്ക് താഴ്ന്നിറങ്ങി എന്നാണ് ആക്ഷരികം. യെരമിയായുടെ പ്രവചനം 31:2, സക്കറിയയുടെ പ്രവചനം 12:10 അത് കാണാം. അതായത് ദൈവത്വം എന്നുള്ള പദവി, ആ പദവി അങ്ങ് ഇങ്ങനെ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് പോലെ എളിയ മനുഷ്യനായ നോഹയിലേക്ക് ഇങ്ങനെ വളഞ്ഞ് താഴ്ന്ന് ഇറങ്ങിയെന്നാണ്. അതാണ് അതിന്റെ ആക്ഷരികാർത്ഥം കൃപ. നോഹയുടെ മിടുക്കിനല്ല, യാഹ്വയുടെ കൃപയ്ക്കാണ് ഇവിടെ ഈ ഗ്രന്ഥകർത്താവ് മോശയെ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. ഹോസിയ പ്രവാചകൻ 2:19 അത് കാണാം. എങ്കിലും ദൈവത്തിന്റെ കൃപയ്ക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നതെങ്കിലും നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടൊപ്പം നടന്നനുമായിരുന്നു നോഹ എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോ ദൈവത്തിന്റെ കൃപയ്ക്കാണ് മുഖ്യം. പക്ഷെ എന്ന് വിചാരിച്ച് മനുഷ്യന്റെ ദൗത്യത്തിനൊന്നും തന്നെ ഒരു ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോടൊപ്പം നടന്നവനായിരുന്നു. അപ്പോൾ രക്ഷ തീർച്ചയായിട്ടും കൃപയിലൂടെയാണ്. സാൽവേഷൻ ബൈ ഗ്രേസ്, കൃപയിലൂടെയാണ് എന്ന് കരുതി മനുഷ്യൻ തോന്നിയ പോലെ ജീവിക്കാമെന്നല്ല. ദൈവം നമ്മിലേക്ക് വളഞ്ഞു വരുന്നു എന്ന് വിചാരിച്ചിട്ട്, കുനിഞ്ഞു വരുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ദൗത്യമില്ലെന്നോ ഉത്തരവാദിത്തമില്ലെന്നോ അർത്ഥമില്ല.
നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ദൈവത്തോടൊപ്പം നടക്കാനും വിളിക്കപ്പെട്ടവരാണ്. നോഹയെ പോലെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്ന് വെച്ചാൽ തന്നോട് സഹകരിക്കുന്ന, തന്റെ വരദാനമായി നൽകപ്പെട്ട കൃപയോട് സഹകരിക്കുന്ന മനുഷ്യരെയാണ്, നോഹയെ പോലെ സഹകരിക്കുന്ന മനുഷ്യരെയാണ് ദൈവം നോക്കുന്നത്, കാണാൻ ആഗ്രഹിക്കുന്നത്. അവരാണ് യാഹ്വേയുടെ പ്രീതിക്ക് പാത്രമാകുന്നത്. അപ്പോ ദൈവത്തിന്റെ കൃപ എന്ന ദാനം, അതേസമയം നമുക്കൊരു ദൗത്യമുണ്ട്. നീതിമാനും നിഷ്കളങ്കനും ആയിരിക്കാനും ദൈവത്തോടൊപ്പം നടക്കാനുമുള്ള ഒരു ദൗത്യം. ദാനവും ദൗത്യവും രണ്ടും തുല്യ പ്രാധാന്യമുണ്ട്. ഊന്നൽ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കാണെങ്കിലും മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്താണ് മോശെ ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രൊട്ടക്ഷനുകാർക്കൊക്കെ ഒരു വലിയ പാഠമാണ്. അവര് ഇല്ലേ, സാൽവേഷൻ ബൈ ഗ്രേസ്, കൃപ മൂലം, സോള ഗ്രാസിയ, എന്താ പറയാ, കൃപ മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഇല്ലേ. ഗ്രേസ് അലോൺ അല്ല. തീർച്ചയായിട്ടും രക്ഷ ദൈവത്തിന്റെ കൃപയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ എത്ര നീതിമാന്മാരെന്നാലും ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിരിക്കാൻ പറ്റുമോ? ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും പറ്റില്ല. എന്ന് കരുതി നമുക്ക് കഴിയാവുന്ന തരത്തിൽ നീതിമാന്മാരായിരിക്കണ്ടേ, നിഷ്കളങ്കരായിരിക്കണ്ടേ, ദൈവത്തോടൊപ്പം നടക്കണ്ടേ? അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. ഇപ്പൊ നമ്മൾ ജർമ്മനിയിലെ കത്തോലിക്ക സഭയെക്കുറിച്ചും ക്രിസ്തുധർമ്മത്തെക്കുറിച്ചും വളരെ മോശം കഥകൾ നമ്മൾ കേൾക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടായത് അവിടെയാണ്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അങ്ങേയറ്റം സ്വാധീനം അവിടെ നടക്കുകയാണ്. എന്താണ് എന്റെ പ്രശ്നം? എന്ത് തോന്നിയാസം ചെയ്യാം, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. അത് എത്രയും വൃത്തികെട്ട ഒരു തത്വശാസ്ത്രമാണ്, വൃത്തികെട്ട സന്ദേശമാണ്. എന്ത് തോന്നിയാസം ചെയ്യാം, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ദൈവത്തിന്റെ കൃപ, വിശ്വാസം മാത്രം, കൃപ മാത്രം, ഈ തരത്തിലുള്ള തെറ്റായ പ്രബോധനമാണ് പ്രൊട്ടസ്റ്റന്റ് സഭ കൊടുത്തത്. അത് അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് ക്രിസ്തീയ സഭ ജർമ്മനിയിൽ വളരെ മോശം ഷേപ്പിലായിരിക്കുന്നത്. വളരെ മോശം രൂപത്തിലാണ് ജർമ്മനിയിൽ ക്രിസ്തീയ സഭ. അതിന് കാരണം ഇതാണ്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ അവരുടെ തെറ്റ് തിരുത്താതെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സ്വാധീനത്തിലായിരിക്കുന്ന ജർമ്മനിക്ക് ഒരു ശാപമോക്ഷം ഉണ്ടാകില്ല. 2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായതിനും കാരണം ഇതൊക്കെ തന്നെയാണ്. 2 ലോകമഹായുദ്ധങ്ങൾക്കും കാരണം അവർ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരാണെന്നാണ് പറയണത് ജർമ്മൻകാർ. ആയിരിക്കാം, പക്ഷെ അത്രയും വലിയ ബുദ്ധിയുള്ളവർക്ക് തന്നെയാണ് ഇത്ര വലിയ മണ്ടത്തരവും പറ്റിയത്. ലോകദൃഷ്ടിയിൽ അത്ര വലിയ ജ്ഞാനികൾക്കല്ല, ജ്ഞാനമുണ്ടെന്ന് വിചാരിക്കുന്നവർക്കല്ല ദൈവം വെളിപാട് കൊടുക്കണേ. ഇതൊക്കെ നമ്മുടെ കൺവെട്ടത്ത് കാണുകയാണ്. ചുരുക്കത്തില് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകള് കൃപ മാത്രം എന്നുള്ള ആ തെറ്റായ ഫിലോസഫി തിരുത്തണം. വിശ്വാസം മാത്രം എന്ന ആ തെറ്റായ ഫിലോസഫി തിരുത്തണം. അത് ലോകത്തിന് ആവശ്യമാണ്. ഞാൻ കത്തോലിക്കനായതുകൊണ്ട് പറയുന്നതല്ല. ഈ പ്രൊട്ടസ്റ്റന്റ് സഭ ലോകത്തിന് വരുത്തി വെച്ച ദോഷങ്ങൾക്ക് പരിഹാരം അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും കത്തോലിക്ക സഭയ്ക്കും ദോഷമൊക്കെ ഉണ്ട്, ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ബൈബിൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ ഒരു വൺ സൈഡഡ് ആയിട്ട് പോകാൻ പാടില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ട് പറയാണ് 9ാമത്തെ വാക്യം. ഇത് ഇച്ചിരി ആഴത്തിൽ പഠിക്കുന്നവർക്ക് ഒരു ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വചനമാണ്. ഇതാണ് നോഹയുടെ വംശപരമ്പര. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു വചനം നമ്മൾ എവിടെ കണ്ടത്? 5ാമത്തെ അധ്യായം 1ാമത്തെ വാക്യത്തില്. ഇതാണ് ആദാമിന്റെ വംശപരമ്പര. ആദാമിന്റെ വംശപരമ്പരയുടെ ഗ്രന്ഥമാണിത്. ഉൽപ്പത്തി 5:1. അപ്പോൾ ഉൽപ്പത്തി 5:1 തൊട്ട് 6-8 വരെ ഈ ഇങ്ങനെയുള്ളൊരു സൂത്രവാക്യം, ഇതാണ് ഇന്നാളുടെ വംശപരമ്പര. അങ്ങനെ 10 പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 10 പ്രാവശ്യം. 2:4 ആകാശത്തിന്റെയും ഭൂമിയുടെയും വംശപരമ്പര. പിന്നെ 5:1 ആദാമിന്റെ വംശപരമ്പര. ഇപ്പൊ 6:9 ഇതാണ് നോഹയുടെ വംശപരമ്പര. ഇങ്ങനെ 10 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും അതിന്റെ അർത്ഥം ആ വാചകം തൊട്ട് പുതിയൊരു യുഗം തുടങ്ങുന്നു എന്നാണ്. അപ്പൊ 2:4 ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും വംശാവലി ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അതൊരു പുതിയ യുഗമാണ്. 5:1 ഇതാണ് ആദാമിന്റെ വംശപരമ്പരയുടെ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഒരു പുതിയ യുഗം, ആദാമിന്റെ യുഗം തുടങ്ങുകയാണ്. ഇതുപോലെ 6:9 ഇതാണ് നോഹയുടെ വംശപരമ്പര എന്ന് പറഞ്ഞാൽ 6:8 വരെ, 6:9 ഈ വചനം, 6:8 വരെയുള്ളത്, 5:1 മുതൽ 6:8 വരെയുള്ളത് ഒരു യുഗമായിരുന്നു. ഒരു യുഗം അത് തീർന്നു. ഇപ്പൊ അത് പുതിയ യുഗം തുടങ്ങുകയാണ്. നോഹയിലൂടെ ഒരു പുതിയ യുഗം തുടങ്ങുകയാണ്. ഈ 10ാം തലമുറയിൽ, അതായത് ആദാമിൽ തുടങ്ങി 5:1 ഇതാണ് ആദാമിന്റെ വംശപരമ്പര. അവിടെ തുടങ്ങി 10ാം തലമുറയില് നോഹയുടെ ജനനത്തിൽ അവസാനിക്കുകയാണ് ആ യുഗം. ആദാമിന്റെ വംശപരമ്പരയുടെ ഗ്രന്ഥമാണിത് എന്ന് 5:1 തുടങ്ങി. അത് 6:8 വരെ തീരുകയാണ് 10ാം തലമുറയിൽ നോഹ ജനിക്കുന്നതോടെ. പിന്നെ നോഹയുടെ വംശപരമ്പര പറയുമ്പോൾ
അതൊരു പുതിയ യുഗമാണ്. നോഹയിലൂടെ പുതിയ യുഗം ആരംഭിക്കുകയാണ്. ആദാമിലൂടെ ഒരു യുഗമായിരുന്നു, അതിനു മുമ്പ് ഒരു യുഗം ഉണ്ടായിരുന്നു. 2:4 5:1 ഒരു യുഗം, പിന്നെ ഈ 6:9 ഒരു യുഗം. അപ്പൊ 5:1 മുതൽ, ഉൽപ്പത്തി 5:1 മുതൽ, അതായത് ആദാമിന്റെ വംശപരമ്പര ഗ്രന്ഥമാണിത് എന്ന വചനം മുതൽ 6:8 വരെ ആദാമിൽ നിന്ന് 10 തലമുറ, അതൊരു യുഗമായിട്ടാണ് ബൈബിൾ ഈ ഉൽപ്പത്തി ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്, എന്ന് വെച്ചാൽ മോശെ. അപ്പോൾ 6:9 എന്ന് പറയുന്നത് പുതിയ യുഗം, നോഹയിലൂടെ ഒരു പുതിയ യുഗം ആരംഭിക്കുന്നതാണ്. ആ പുതിയ യുഗത്തിന്റെ തലവനായിരിക്കുന്ന ആൾക്ക്, ആദാമിന് പേരുള്ള മക്കൾ 3 കായിൻ, ഹാബേൽ, സേത്ത്. ഇതുപോലെ പുതിയ യുഗം ആരംഭിക്കുന്ന നോഹയുടെ മക്കളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്: ഷേം, ഹാം, യാഫത്ത്. ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ അന്ന് അറിയപ്പെടുന്നത് ഈ അമേരിക്കൻ, ഈ ഭൂമിയുടെ അപ്പുറത്തുള്ളതിനെ കുറിച്ച് ഇവിടെ ബൈബിള് പറയുന്നില്ല. ഇവിടെ ഈ കാണുന്ന 3 ഭൂഖണ്ഡങ്ങളെ കുറിച്ചാണ്, ഇപ്പുറത്തുള്ള 3 ഭൂഖണ്ഡങ്ങളെ കുറിച്ചാണ് പറയണേ. അപ്പൊ ഭൂമി മുഴുവൻ എന്ന് ബൈബിൾ പറയുമ്പോൾ ഒന്ന് മെഡിറ്ററേനിയൻ ലോകം എന്നാണ് അർത്ഥം. മെഡിറ്ററേനിയൻ ലോകം, അതായത് വേണമെങ്കിൽ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയാം. യൂഫ്രട്ടിസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള മെസപ്പൊട്ടോമിയ മുതൽ ഇപ്പോഴത്തെ ഇറാൻ, ഇറാഖ് പ്രദേശങ്ങൾ, കുവൈറ്റ് ഒക്കെ പ്രദേശങ്ങൾ, അവിടെ തൊട്ട് ഈജിപ്ത് വരെയുള്ള സ്ഥലത്തിനെയാണ് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയണേ. അത് പോകുന്നത് പാലസ്തീനയിലൂടെ, യെറൂസലമിലൂടെയാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന അത്രയും സ്ഥലത്തെയാണ് ഭൂതലമാകെ, ഭൂമി മുഴുവൻ എന്നൊക്കെ പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. ബൈബിൾ ഉദ്ദേശിക്കുന്നത് അതായത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഏഷ്യയിലെ ജനങ്ങളെ സെമിറ്റിക് എന്ന് പറയും, അതാണ് ഷേം എന്ന മകനിൽ നിന്ന്. പിന്നെ ഹാം കാനാന്യരുടെ പിതാവാണ്, ആഫ്രിക്കക്കാര്. പിന്നെ യാഫത്ത് ഇൻഡോ യൂറോപ്യൻസ് എന്ന് പറഞ്ഞ യൂറോപ്യൻസ്. അപ്പൊ ഇങ്ങനെ മൂന്ന് ഗണം ജനങ്ങളെ കുറിച്ചാണ് ബൈബിള് പറയുന്നത്. അപ്പോ ഈ 3 ഭൂഖണ്ഡങ്ങളിലെ ആളുകൾ ജനിച്ചത് പുതിയ യുഗത്തിന്റെ തലവനായ നോഹയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഷേം എന്ന മകനിൽ നിന്ന് സെമിറ്റിക് വംശജര് ഏഷ്യയിലുള്ളവർ മുഴുവൻ, ഹാമിൽ നിന്ന് ആഫ്രിക്കക്കാര്, പിന്നെ യാഫത്തിൽ നിന്ന് യൂറോപ്യൻസ്. ഇങ്ങനെയാണ് ഈ ബൈബിളിന്റെ കാഴ്ചപ്പാട്. അത് ലോകത്തിൽ ഇല്ലേ, അങ്ങേ സൈഡിലും മനുഷ്യരുണ്ട്. അന്ന് ഇത് എഴുതുന്ന സമയത്ത് അങ്ങേ സൈഡിലും മനുഷ്യരുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. കുടിയേറി പാർത്തതാണ്, അമേരിക്കയിൽ കുടിയേറി പാർത്തതാണ്, 100,000 കാര്യങ്ങളുണ്ടല്ലോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്ത്യ എന്ന് വിചാരിച്ചിട്ടാണ് കൊളംബസ് അവിടെ എത്തിയത്. അതുകൊണ്ടാണ് അമേരിക്കയിലെ ആദിവാസികളെ ഇന്ത്യൻസ് എന്ന് വിളിക്കണേ. ഇപ്പോഴും അവിടെ കുറെ പേര് ഇന്ത്യൻസ് വിളിക്കുന്നത് ഇന്ത്യക്കാരായതുകൊണ്ടല്ല, ഇന്ത്യയിലാണ് താൻ ചെന്നുപെട്ടതെന്നാണ് കൊളംബസ് മരിക്കുന്നവരും കണക്കാക്കിയത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളെ ഇന്ത്യക്കാരെന്ന് വിളിക്കണേ കൊളംബസ്. ഇപ്പോഴും അതിൽ കുറച്ച് പേര് അങ്ങനെ വിളിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അപ്പുറത്ത് ഈ ബൈബിളൊക്കെ എഴുതുന്ന സമയത്ത് അപ്പുറത്ത് ജനങ്ങൾ ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇതാണ് നോഹയുടെ വംശപരമ്പര. മനുഷ്യ ചരിത്രത്തിൽ പുതിയൊരു യുഗം ആരംഭിക്കുന്ന ഒരു സൂത്രവാക്യമാണിത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2:4 5:1 6:9 ഇങ്ങനെ 10 പ്രാവശ്യം പറയുന്നുണ്ട്. ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ പുതിയൊരു കഥ തുടങ്ങുന്നതും ഈ വാചകം ഉപയോഗിച്ചിട്ടാണ്. ഇത് പ്രമാണവാക്യമാണ്, ഒരു ഫോർമുലയാണ്. നോഹയിലൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ദൈവം. നീതിമാനും നിഷ്കളങ്കനും തന്നോടൊപ്പം നടന്നവനുമായ നോഹയിലൂടെ ദൈവം ഒരു പുതിയ യുഗവും പുതിയ തുടക്കവും കുറിക്കുകയാണ്. ഇതാണ് നോഹയുടെ വംശപരമ്പര എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇതാണ് നോഹയുടെ വംശപരമ്പര എന്ന് പറഞ്ഞിട്ടാണ് ആ വചനത്തിൽ നമ്മൾ പറഞ്ഞത് നോഹയുടെ സ്വഭാവ വൈശിഷ്ട്യം. നീതിമാനായ മനുഷ്യനായിരുന്നു, ആ തലമുറ നിഷ്കളങ്കനായിരുന്നു, അവൻ ദൈവത്തോടൊപ്പം നടന്നു. ഈ 3 കാര്യങ്ങളാണ് നോഹയെ കുറിച്ച് പറയണേ. നോഹ നീതിമാൻ, നിഷ്കളങ്കൻ, ദൈവത്തോടൊപ്പം നടന്നവൻ. മനുഷ്യന്റെ വഷളത്വത്തെക്കുറിച്ചാണ് ഈ 6ാമത്തെ അധ്യായം തുടങ്ങിയപ്പോൾ മനുഷ്യപുത്രന്മാരും ദൈവപുത്രന്മാരും തമ്മിലുള്ള കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയ ദുഷ്ടതയുടെ ഒരു വലിയ കഥ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ മനുഷ്യന്റെ വഷളത്വം സകല പരിധികളും ലംഘിച്ച് അങ്ങനെയുള്ള ഒരു തലമുറയിൽ, അത്രയും വഷളന്മാരും അഴിമതിയും ഉള്ള ഒരു തലമുറയിൽ നീതിമാനായ ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ദുഷ്ടരുടെ തലമുറയുടെ കഥ അവസാനിക്കുന്നത് നീതിമാനായ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെയാണ്. ഇത് ബൈബിളിന്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. അതായത് എത്രയൊക്കെ നെഗറ്റീവായ സംഗതികൾ ഉണ്ടെങ്കിലും അവിടെ പോസിറ്റീവായിട്ടൊരു വെളിച്ചം കാണും. ഈ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും നമ്മളെ കല്യാണം എന്ന് പറയുന്ന, നമ്മൾ അതിനെക്കുറിച്ച് അനേകം വ്യാഖ്യാനങ്ങൾ കണ്ടു കഴിഞ്ഞു. അത്രമാത്രം വഷളത്വമുള്ള ഒരു തലമുറയുടെ കഥ പറയുമ്പോഴും ഒരു വെള്ളിവെളിച്ചം അവിടെയുണ്ട്. എന്താണ്? നീതിമാനായ ഒരു മനുഷ്യൻ. ഇങ്ങനെയൊക്കെ അഴിമതി നിറഞ്ഞ ഒരു തലമുറയിലും
നീതിമാനായ നോഹയുണ്ട്. അബ്രഹാമിന്റെ കഥ പറയുമ്പോൾ അങ്ങനെയുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു 10 നീതിമാന്മാര് നഗരത്തിലുണ്ടെങ്കിൽ നഗരത്തെ മുഴുവൻ ഞാൻ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താമെന്ന കർത്താവ് പറഞ്ഞത്. അപ്പൊ 10 നീതിമാന്മാരെങ്കിലും ഉറപ്പാക്കുക എന്നുള്ളതാണ് അബ്രഹാമിന് കൊടുത്ത വിളി. നമ്മുടെ ഇടവകയില് 10 നീതിമാന്മാരെങ്കിലും ഉണ്ടാക്കുക, ഇല്ലേ, ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇടവകയുടെ വിളി. അങ്ങനെയെങ്കിൽ ആ ഇടവകയെ മൊത്തം നശിപ്പിക്കാതെ ദൈവം നോക്കുമെന്ന 10 പേരെ പ്രതി സകലരെയും മാറ്റി നിർത്തും ശിക്ഷയിൽ നിന്ന്. ഒരു നഗരത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടാകുക, ഇതിനാണ് ഒരു രൂപതയുടെ ലക്ഷ്യം. അതാണ് 10 പേരെങ്കിലും ഉണ്ടായാൽ ആ നഗരത്തെ ദൈവം മാറ്റി നിർത്തും. അപ്പോൾ നോഹ ഈ അഴിമതി നിറഞ്ഞ, വഷളത്വം നിറഞ്ഞ, ദുഷ്ടം നിറഞ്ഞ ഒരു തലമുറയിലും നീതിമാനായി ജീവിച്ചവനാ. അത് ചെറിയ വെല്ലുവിളിയാണോ? നമുക്കിപ്പോ അറിയാലോ. നമ്മളിപ്പോ കൈക്കൂലി കൊടുക്കില്ല, കൈക്കൂലി വാങ്ങിക്കില്ല തീരുമാനിച്ചാൽ എന്തുമാത്രം കഷ്ടപ്പെടുത്തും നമ്മുടെ സർക്കാർ തന്നെ അഴിമതി ചെയ്യാൻ പറയുന്നില്ലേ എത്രയോ പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരോട്. ഇനി ഉദ്യോഗസ്ഥന്മാരോട് അത് ലംഘിച്ചാൽ ഉടനെ തന്നെ അവരൊക്കെ സസ്പെൻഷൻ, ഡിസ്മിസല്. അഴിമതി ചെയ്തില്ലെങ്കിൽ ഡിസ്മിസല്, അഴിമതി ചെയ്തില്ലെങ്കിൽ സസ്പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. ഇത് സഭയിലുണ്ട്. അപ്പോ ഈ ജീവിക്കാൻ കൊതിയുള്ളവര് അഴിമതി ചെയ്യേണ്ടി വരികയാണ് പലപ്പോഴും. മരിക്കാൻ തയ്യാറായ പിന്നെ അഴിമതി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എത്ര പേർക്ക് അങ്ങനെ പറ്റും? എല്ലാവർക്കും ഈ വീരോചിതമായ വിശ്വാസം ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ജീവിച്ച ഒരാളാണ് നോഹ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തിന്മയുടെ അതിപ്രസരത്തിലും പ്രത്യാശയുടെ കിരണങ്ങൾ, നന്മയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എപ്പോഴും കാണാം ബൈബിളില്. അത് കാണാൻ ഒരു കണ്ണ് വേണം. അല്ലെങ്കിൽ ബൈബിള് മുഴുവൻ പാപമാണ്, തിന്മയാണ്, യുദ്ധം നമ്മൾ പറഞ്ഞു പോകും. ഇങ്ങനെയുള്ള വെള്ളി വെളിച്ചം കാണാനായിട്ടുള്ള കണ്ണില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അതായത് എന്തെല്ലാം നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അവിടെയും പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വിശ്വാസത്തിന്റെ കണ്ണ് വേണം. എല്ലാം നശിപ്പിക്കുമ്പോഴും വിശുദ്ധമായ ഒരു ശിഷ്ടഭാഗത്തെ ദൈവം മാറ്റി നിർത്തുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നില്ലേ? റെമനന്റ്, ഹോളി റെമനന്റ്, പരിശുദ്ധ ശിഷ്ടഭാഗം, ദ ഹോളി റെമനന്റ്. യെശയ്യായുടെ പുസ്തകം 4:2, 6:13 അത് കാണാം. ഇനി എന്താണ് ഈ നീതിമാന വാക്കിനർത്ഥം? ദൈവം മനുഷ്യൻ നൽകിയിട്ടുള്ള നിയമം അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. ദൈവം മനുഷ്യൻ നൽകിയിട്ടുള്ള നിയമം അനുസരിച്ച് ജീവിക്കുന്നവൻ. അന്ന് പക്ഷെ ദൈവം നിയമം നൽകിയിട്ടുണ്ടോ? നിയമം നൽകിയത് പിന്നീടല്ലേ? 10 കൽപ്പനകളൊക്കെ നൽകിയത് പിന്നീടല്ലേ? അപ്പൊ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യ ഹൃദയങ്ങളിൽ ലിഖിതമായ സ്വാഭാവിക നിയമങ്ങൾ, മനുഷ്യ മനസാക്ഷിയിൽ ലിഖിതമായ സ്വാഭാവിക നിയമങ്ങൾ. അതാണ് റോമാലേഖനം 2:14-15 പൗലോസ്ലീഹ പറയുന്നത്. വിജാതിയർക്ക് അവരുടെ മനസാക്ഷിയിൽ എഴുതപ്പെട്ട നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ലംഘിച്ചാൽ അവർക്കും എക്സ്ക്യൂസ് ഇല്ല, ഒഴികഴിവില്ല. യഹൂദർക്ക് ദൈവകൽപ്പനകൾ നൽകപ്പെട്ടു, വിജാതിയർക്ക് അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട സ്വാഭാവിക നിയമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം എഴുതി വച്ചിരിക്കുന്ന സ്വാഭാവിക നിയമങ്ങളാണ്, നാച്ചുറൽ ലോ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ചരിത്രത്തിന്റെ ഈ ഘട്ടത്തിൽ നോഹ അനുസരിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സ്വാഭാവിക നിയമങ്ങളാണ്. ഉൽപ്പത്തി 6:22, 7:5, 7:16 അത് കാണാം. ദൈവകൽപ്പനകൾ പിന്നീടാണ് നൽകപ്പെടുന്നത്. അപ്പോ നീതിമാൻ എന്ന വാക്കിന് ദൈവം ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചവൻ എന്നാണ്. നിഷ്കളങ്കൻ എന്ന വാക്കിന് ഒരു പാപവും ഇല്ലാത്തവൻ എന്നല്ല ഇവിടെ അർത്ഥം. അതല്ല അർത്ഥം. സ്വാഭാവികമായിട്ട് സ്വഭാവത്തിന് പരിഭാഗം വന്നവൻ എന്നാണ്. പക്വത വന്നവൻ, ധാർമ്മിക ബോധത്തോടെ ജീവിച്ചവൻ. ഇടയ്ക്ക് പാപമൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകാം. ഈ ജോബിന്റെ കഥ പറയുമ്പോൾ ജോബ് നീതിമാനായി ജീവിച്ചവനാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ സദ്യ വിരുന്ന് കഴിക്കുമായിരുന്നു, മക്കളെയും എല്ലാവരും കൂട്ടിയിട്ട്. അപ്പൊ അതിനിടയ്ക്കെങ്ങാനും ആരെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടാകുമോ എന്ന് സംശയിച്ചിട്ട് ഈ വിരുന്ന് കഴിയുമ്പോൾ, സദ്യ കഴിയുമ്പോൾ ജോബ് ബലിയർപ്പിക്കുമായിരുന്നു, ഈ യോബ്. അപ്പോ ചിലപ്പോ പാപം ചെയ്തു പോയാലോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്വത വന്നിരിക്കുന്നു, സ്വഭാവത്തിന് പക്വത വന്നിരിക്കുന്നു, ധാർമ്മിക ബോധത്തോട് ജീവിക്കുന്നു. എന്നാലും ചിലപ്പോൾ ചില പാപങ്ങളൊക്കെ ചെയ്തു പോകാം. എങ്കിൽ പോലും അവർ നിഷ്കളങ്കരനാ വിളിക്കുക. കാരണം സ്വഭാവത്തിൽ പക്വത വന്നിട്ടുണ്ട്, പക്ഷെ മാനുഷികമായി തെറ്റുകൾ സംഭവിക്കാം. അതാ ഉദ്ദേശിക്കുന്നത്. പാപം അതിന്റെ കരാള ഹസ്തങ്ങൾ നീട്ടുകയും സംസ്കാരത്തെ മുഴുവൻ മലീമസമാക്കുകയും ചെയ്യുമ്പോഴും ദൈവം ഈ നോഹ എന്ന വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പാപങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യപുത്രന്മാരും ദൈവപുത്രന്മാരും തമ്മിലുള്ള അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ തിന്മയുടെ അതിപ്രസരം. അങ്ങനെ പാപം, സാത്താൻ, പിശാച് അതിന്റെ കരാള ഹസ്തങ്ങൾ നീട്ടുകയും ഒരു സംസ്കാരത്തെ മുഴുവൻ മലീമസമാക്കുകയും ചെയ്യുമ്പോൾ
ദൈവം ഈ നോഹ എന്ന ഒരാളിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാണ്. സ്വർഗത്തിന്റെ ക്യാമറ നോഹയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നീട് അബ്രഹാമിനെ വിളിക്കും ഇതുപോലെ തന്നെ. അബ്രഹാം ഈ ഇല്ലേ സ്വർഗം വരെ മുട്ടുന്ന ഇല്ലേ ടെമ്പിൾ സിഗുറാറ്റ്, ക്ഷേത്ര ഗോപുരങ്ങൾ പണിയാമെന്നും നഗരം പണിയാമെന്നൊക്കെ പറഞ്ഞ് ഗ്ലോബലൈസേഷൻ, എർബനൈസേഷൻ വന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ആ നഗരം വിട്ടു പോ. അപ്പൊ ദൈവം ആ ബാബേൽ ഗോപുരത്തിന്റെ ആ രാജ്യത്ത് ദേശരാഷ്ട്രത്തേക്ക് വിട്ടിട്ട് ഒരാളിൽ ഫോക്കസ് ചെയ്യാണ്, അബ്രഹാം എന്ന ആളില്. പിന്നീട് ദാവീദ് കാനാന്യരുടെ നാട്ടില് സകല തരത്തും ഇല്ലേ മനുഷ്യക്കുരുതി, ശിശുക്കളെ ബലി കൊടുക്കുക, ശിശുബലി, ഇങ്ങനെ സകല സംഗതികൾ നടക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ ഫോക്കസ് ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ ദാവീദിന് പുത്രനായ ഈശോയിൽ മാത്രം ഫോക്കസ് ചെയ്തു, യേശുവില്. അങ്ങനെ മനുഷ്യവംശത്തെ മുഴുവൻ യേശു എന്ന ഒരാളിലൂടെ രക്ഷിക്കുകയാണ്. അപ്പോ ഈ ദൈവം ചില വ്യക്തികളിലേക്ക് ചരിത്രത്തെ ഇങ്ങോട്ട് ചുരുക്കുന്നുണ്ട്. നോഹ അക്കാലത്ത്, പിന്നെ അബ്രഹാം, പിന്നെ ദാവീദിന് പുത്രനായ യേശു. ഇപ്പോ മനുഷ്യ ചരിത്രത്തെ മുഴുവൻ ഈ ഒരൊറ്റ വ്യക്തിയിലിട്ട് കറക്കുകയാണ് ദൈവം. ആര്? യേശു എന്ന തന്റെ പുത്രനില്. ഇങ്ങനെ വ്യക്തികളെയാണ് കർത്താവ് വിളിക്കണേ. വ്യക്തികളെ നമ്മളുടെ എപ്പോഴും പറയുന്ന തെറ്റായ ഒരു തത്വശാസ്ത്രമുണ്ട്. ഒരാൾ വിചാരിച്ചാൽ ലോകം നന്നാവില്ല. എന്തൊരു മണ്ടത്തരയെ പറയണേ. ഈ ലോകം നന്നായിരിക്കുന്നത് ഓരോരുത്തർ വിചാരിച്ചപ്പോഴാ, ഒരു സമുദായം മൊത്തം വിചാരിച്ചപ്പോഴല്ല. ഒരാൾ വിചാരിച്ചപ്പോഴാണ്, ആരെങ്കിലും ഒരാൾ വിചാരിക്കുമ്പോഴാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചുറ്റുവട്ടത്തും കുറച്ച് പ്രകാശം കൊണ്ടുവരാൻ കഴിയും. കർത്താവ് അങ്ങനെയുള്ള വ്യക്തികളിലേക്കാണ് ഫോക്കസ് ചെയ്യണേ. സമൂഹം മുഴുവൻ ദുഷിച്ചു പോകുമ്പോഴും ദുഷിക്കാതെ നിൽക്കുന്ന വ്യക്തികളിലേക്ക് ദൈവം ഫോക്കസ് ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഞാൻ പറയണേ. ആ വ്യക്തി എന്ന് പറഞ്ഞത് നീയും ഞാനുമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാൻ വിളി ലഭിച്ചിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നിലേക്കാണ് സ്വർഗത്തിന്റെ ക്യാമറയുടെ ഫോക്കസ്. അത് ഞാൻ തിരിച്ചറിയണം. 11 മുതൽ 13 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. മനുഷ്യർ ദുഷിപ്പിച്ച ഭൂമിയോടുകൂടി മനുഷ്യരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുക. ദുഷിപ്പിക്കുക എന്നതിനും നശിപ്പിക്കുക എന്നതിനും ഗ്രന്ഥകാരന്റെ ഒറ്റ വാക്ക ഉപയോഗിച്ചാണ്. ഹെബ്രായ ഭാഷയിൽ ഷഹത്ത് എന്നാണ്. ഷഹത്ത് മനുഷ്യർ തുടങ്ങിവെച്ച നാശത്തിന്റെ പ്രവൃത്തിയാണ് ഈ ജലപ്രളയം എന്നർത്ഥം. മനുഷ്യർ തുടങ്ങിവെച്ച നാശത്തിന്റെ പ്രവൃത്തിയാണ് ജലപ്രളയം. ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു മനുഷ്യരുടെ തിന്മ മൂലം. അതുകൊണ്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. രണ്ടിനും, ദുഷിക്കുക എന്നതിനും നശിപ്പിക്കുക എന്നതിനും ഒറ്റ വാക്കാണ് ഹീബ്രു ഗ്രന്ഥകാരൻ മോശ ഉപയോഗിച്ചിരിക്കുന്നത്, ഷഹത്ത്. അതായത് മനുഷ്യരുടെ ഈ ദുഷിപ്പിക്കലിന്റെ അന്ത്യമായിരുന്നു ജലപ്രളയം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവം അത് അനുവദിക്കുക ചെയ്തുള്ളൂ, അല്ലാതെ ദൈവം ജലപ്രളയത്തിൽ നശിപ്പിക്കുകയല്ല. മനുഷ്യരുടെ ദുഷ്ടത മൂലം വന്നു ചേർന്നതാണ് ജലപ്രളയം എന്നാണ്. ദൈവം അത് അനുവദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് പ്രപഞ്ചത്തെ വിശുദ്ധീകരിക്കാൻ, പവിത്രീകരിക്കാൻ ഇങ്ങനെ ചില സംഗതികൾ ഇല്ലാതെ പറ്റില്ല. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പാരിസ്ഥിതിക സന്തുലനം പാലിക്കാനും അത് വേണം. എന്നിട്ട് ദൈവം പറയാണ്, ഒരു പെട്ടകം നിർമ്മിക്കുക. 14 മുതൽ 22 വാക്യങ്ങൾ പറയാണ്, പെട്ടകം നിർമ്മിക്കുക. 6-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെ. അതിൽ എല്ലായിനം ജീവജാലങ്ങളെ കൊണ്ട് നിറയ്ക്കുക. 6:19-20. ആവശ്യത്തിന് ആഹാര സാധനങ്ങൾ ശേഖരിക്കുക. 6:21. പിന്നെ കുടുംബത്തോടൊപ്പം പെട്ടകത്തിൽ കയറുക. 6:18. പിന്നെ അടുത്ത അധ്യായം 7:1 പറയും. ഇതൊക്കെ ദൈവം നോക്കിയിട്ട് കൽപ്പിക്കുക. തിന്മയെ ശിക്ഷിക്കുന്ന നീതിമാൻ മാത്രമല്ല ദൈവം, മറിച്ച് നിഷ്കളങ്കരെ സംരക്ഷിക്കുകയും അവരിലൂടെ ലോകത്തിന് തന്നെ നവീകരണം കൊണ്ടുവരികയും ഒരു പുതിയ തുടക്കം കുറിക്കുകയും ചെയ്യുന്നവനാണ്. അതിനാൽ ദൈവം കാരുണ്യവാനാണ്. അവൻ ശിക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. അവിടെ നീതിയുണ്ട്, കാരുണ്യമുണ്ട്. ശിക്ഷണവുമല്ല അവസാനത്തെ വാക്ക്, രക്ഷയാണ്, കരുണയാണ്. പക്ഷേ ശിക്ഷയെയോ ശിക്ഷണത്തെയോ റദ്ദ് ചെയ്തിട്ടില്ല. ഇന്ന് പലരും അത് റദ്ദ് ചെയ്യുന്നതാണ് പ്രശ്നം. കരുണ മാത്രം പറയുകയും ശിക്ഷയും ശിക്ഷണവും ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ കുറെ തെമ്മാടിക്കൂട്ടങ്ങളെയാണ് നമ്മൾ വളർത്തുക. രക്ഷ പ്രാപിക്കാൻ പറ്റാത്ത വിധം ദുഷിച്ചു പോകുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ. അങ്ങനെ തെമ്മാടിക്കൂട്ടങ്ങളെ വളർത്തുന്നതിൽ സഭാ നേതൃത്വത്തിലും വലിയ പങ്കുണ്ട്. അവരാരും തന്നെ ഇതിന്റെ ഈ ശിക്ഷാവിധിയുടെ ആ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കാതെ എങ്ങും പോകില്ല. നമ്മുടെ കൺവെട്ടത്ത് കാണും, നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ കാണും. എന്നിട്ട് ഈ പെട്ടകം എങ്ങനെ ഉണ്ടാക്കണം? ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കണം എന്ന കർത്താവ് പറഞ്ഞു. ഗോഫർ മരം
ചില പരിഭാഷകളിൽ കേദാർ മരം എന്നാണ് ദേവദാരു. സൈപ്രസ് അല്ലെങ്കിൽ തമാൽ വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷമാണെന്ന് പറയുന്നുണ്ട്. സൈപ്രസ് എന്ന് പറയുന്ന തമാൽ വൃക്ഷം എന്നൊക്കെ പറയുന്ന വൃക്ഷമാണെന്ന്. പണ്ടൊക്കെ വഞ്ചിയും കപ്പലും നിർമ്മിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. കേദാർ മരം എന്ന് പറയുന്ന ദേവദാരു അല്ലെങ്കിൽ സൈപ്രസ് എന്ന് പറയുന്ന തമാൽ വൃക്ഷമൊക്കെ. പക്ഷെ ഇതുവരെ ഗോഫർ മരം ഏതെന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗോഫർ എന്ന വാക്ക് ഹെബ്രായ ഭാഷയിലുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് ഗോഫർ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക. ഏത് മരമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അക്കാലത്ത് ഉപയോഗിച്ച വഞ്ചിയും കപ്പലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച മരം ഗോഫർ മരമാണ്. ഗോഫർ എന്നുള്ള വാക്ക് ഹീബ്രു വാക്കാണ്. ഏതാണ് കൃത്യം ഈ മരമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ദേവദാരു ആയിരിക്കാം, സൈപ്രസ് ആയിരിക്കാം, അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. പെട്ടകത്തിന്റെ വലിപ്പം നോക്കുക. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. ഈ കൈമുട്ട് തുടങ്ങി ഈ വിരലിന്റെ അറ്റം വരെ ഇതിനെയാണ് ഇതിന് മുഴം എന്ന് പറയണേ. ഇതാണ് ഒരു മുഴം, നമുക്കറിയാവുന്നത്. ഏകദേശം 1.5 അടി, 18 ഇഞ്ച്. അതാണ് ഏകദേശം. അപ്പൊ അങ്ങനെയെങ്കിൽ നോഹയുടെ പെട്ടകത്തിന് 450 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരം. ഇത് ഈ മുഴം കണക്ക് എന്റെ ചെറിയ കൈയാണ്, ഇച്ചിരി വലിയ കൈയാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഒരു 450 അടിക്ക് പകരം 512 അടി വരെ എന്നൊക്കെ പറയുന്നുണ്ട്. 450 പകരം 512, 75 പകരം 80 മേലെ, 45 പകരം 50 മേലെയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു 14,000 ടണ്ണ് കേവ് ഭാരമുള്ള ഒരു നാവിക കപ്പലിന്റെ വലിപ്പമുണ്ടത്. കേവ് ഭാരം എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ ഭാരവും പിന്നെ അതിലത്തെ കയറ്റുന്ന കാർഗോയുടെ ഭാരം എല്ലാം കൂടി ചേർത്ത് 14,000 ടണ്ണ്. 14,000 മുതൽ 20,000 ടണ്ണ് വരെ കപ്പലിന്റെ ഭാരവും പിന്നെ അതിനകത്ത് മറ്റു സംഗതികളും കയറ്റുമ്പോൾ 14,000 ടണ്ണ് മുതൽ 20,000 ടണ്ണ് വരെ സംഗതികൾ കയറ്റാൻ പറ്റുന്ന ഒരു ഭീമൻ കപ്പലാണിത്. അതിന്റെ ഉൾവശം 3 തട്ടുകളായി നിലകളായി തിരിച്ചിരുന്നു. ഈ ഒരു 5 നില കെട്ടിടത്തിന്റെ ഉയരം എന്ന് വേണം കണക്കാക്കാം. 5 നില കെട്ടിടത്തിന്റെ ഉയരം. 17,600 ഇനം ജീവജാലങ്ങളെ നോഹ പെട്ടകത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ ഒരു കണക്ക് പറയുന്നുണ്ട്. നമ്മൾക്കതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഭൂതലമാകെ നിറഞ്ഞൊരു പ്രളയം എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ദേശിക്കുന്ന ആ കാര്യം ഞാൻ പറഞ്ഞു, ഫെർട്ടൈൽ ക്രസന്റ് മുഴുവൻ. അതായത് ഇറാഖ്, ഇറാൻ, ഈ മെസപ്പൊട്ടോമിയ മുതൽ ഈജിപ്റ്റ് വരെയുള്ള ആ പ്രദേശം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സകലമാനം ജീവജാലങ്ങളുടെയും ഈ 2 എണ്ണം വെച്ച് കയറ്റുന്ന ഒരു പേടകം, ഒരു വലിയ പെട്ടകം. എന്നിട്ട് പറയാണ് 18ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാനും നീയുമായി എന്റെ ഉടമ്പടി ഉറപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഉടമ്പടി ഉറപ്പിക്കുന്നല്ല വേണ്ടത്, വീണ്ടും ഉറപ്പിക്കുന്നതാണ്. എന്റെ ഉടമ്പടി എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി വീണ്ടും ഉറപ്പിക്കുന്നുവെന്നാണ്, വീണ്ടും സ്ഥിരീകരിക്കുന്നെന്നാണ്. ഉടമ്പടി വീണ്ടും മുറിക്കുന്നു, ടു കട്ട് എ കവനന്റ് അഗെയിൻ എന്നാണ്. വീണ്ടും. അപ്പൊ എന്താണ് ഈ വീണ്ടും? പുതിയൊരു ഉടമ്പടി അല്ല നോഹയുമായി ഉണ്ടാക്കുന്നത്. മുമ്പ് നിലവിലിരുന്ന ഉടമ്പടി സ്ഥിരീകരിക്കുകയാണ്, വീണ്ടും ഉറപ്പിക്കുകയാണ്. മുമ്പ് ആരുമായിട്ടായിരുന്നു ഉടമ്പടി? ആദാമുമായിട്ട്. എന്ത് ഉടമ്പടിയാണുള്ളത്? സാബത്ത് ഉടമ്പടി. എന്താണ് സാബത്ത് ഉടമ്പടി? 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്. 7 ദിവസമുള്ള ഒരു ആഴ്ചയില് 6 ദിവസം മനുഷ്യന്, 1 ദിവസം ദൈവത്തിന്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ 7000 വർഷത്തെ ചരിത്രമാണ് ഈ ഭൂമിക്കുള്ളതെന്നാണ് ബൈബിളിന്റെ സങ്കല്പം. കണക്കിൽ 7000 അല്ല. അത് കഴിയുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയും വരും. അതാണ് 8ാമത്തെ ദിവസം. അതുകൊണ്ടാണ് ഓശാന ഞായർ മുതൽ ഉയർപ്പ് വരെ 8 ദിവസം. 8000 വർഷമുള്ള പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നത് ഉയർപ്പോട് കൂടിയാണ് എന്നുള്ള സങ്കല്പത്തിനാണ് 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം ഉയർപ്പ്. ഉയർപ്പ് കഴിഞ്ഞിട്ട് 8ാം ദിവസം പുതുഞായർ. അതായത് ഈ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുന്ന ആ യേശുവിന്റെ ആ ഉയർപ്പിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്ന സ്ലീഹന്മാര്, തോമാസ് ലീഗായും മറ്റ് സ്ലീഹന്മാരും, അവരിലൂടെ മറ്റു ലോകം മുഴുവൻ ഉൾച്ചേർക്കപ്പെടുക. ഇതാണ് ഈ 888 എന്ന് ഈശോയുടെ നമ്പർ എന്നൊക്കെ ഞാൻ ഒരിക്കൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തില് ഈ സാബത്ത് ഉടമ്പടി, ആദാമുമായി നടത്തിയ ഉടമ്പടി, 6 ദിവസം മനുഷ്യന്, 7ാം ദിവസം ദൈവത്തിന്. അങ്ങനെ ഈ 7000 വർഷം 7 ദിവസങ്ങൾ കൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ച് 8ാം ദിവസം വരുമ്പോൾ നമ്മൾ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകുന്ന ദിവസം വരുമെന്നാണ്. അപ്പോൾ ഈ ലോക ചരിത്രം മുഴുവൻ ഒരാഴ്ച കൊണ്ട് ജീവിക്കുന്ന തരത്തിലാണ് ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്, സാബത്ത് ഉടമ്പടി. അത് വീണ്ടും സ്ഥിരീകരിക്കുകയാണ് നോഹയുമായി. പക്ഷെ ഇവിടെ ഒരു വിശേഷപ്പെട്ട സംഗതിയുണ്ട്. ഉടമ്പടി എന്ന വാക്ക് ബെറിത്ത് എന്നാണ് ഹീബ്രു വാക്ക്. ബെറിത്ത് ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ്. നീയുമായി ഞാൻ എന്റെ ഉടമ്പടി മുറിക്കുന്നു എന്ന് പറയുമ്പോൾ, ഉടമ്പടിയെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്.
ഈ സയനായി ഉടമ്പടി, അതിനു മുമ്പ് അബ്രഹമായുള്ള ഉടമ്പടി, സയനായി ഉടമ്പടി, പിന്നെ പുതിയ ഉടമ്പടി, അതെങ്ങനെ കുർബാനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് പറഞ്ഞു. അപ്പോൾ ആ ഉടമ്പടി എന്ന വാക്ക്, ഉടമ്പടി മുറിക്കുക എന്നുള്ള വാക്ക് ബെറിത്ത് എന്നാണ് ഉടമ്പടിക്കുള്ള വാക്ക്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6:18 നീയുമായി എന്റെ ഉടമ്പടി. അപ്പോൾ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉടമ്പടി ആദാമിൽ തുടങ്ങി പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞ കുർബാന വരെ, ആ കുർബാന ലോകാവസാനം വരെ. അപ്പൊ ഉടമ്പടിയുടെ ഒരു ചങ്ങലയാണ് മനുഷ്യ ചരിത്രം. ആ ഉടമ്പടി എന്ന വാക്ക്, ബെറിത്ത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ നോഹയുമായിട്ടുള്ള ഉടമ്പടി ചെയ്യുമ്പോഴാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വളരെ എന്തുമാത്രം വിശേഷപ്പെട്ട സംഗതികളാണ് ഈ ഒരു സംഭവത്തിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ, പണ്ട് നടന്ന കാര്യങ്ങളുടെ ഒരു കഥയായിട്ട് ഇതിനെ ചിത്രീകരിക്കരുത്. അപ്പോൾ ചരിത്രം മാത്രമായിട്ട് മാറും. ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാകുമ്പോൾ അത് ദൈവവചനമാകും. കാരണം എന്നും ജീവിക്കുമ്പോഴാണ് ജീവനുള്ളതാണ് ദൈവവചനം. അപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് വെറും ചരിത്രമല്ല, ചരിത്രത്തിൽ സംഭവിച്ചതിന്റെ വ്യാഖ്യാനമാണ്. ചരിത്രത്തിൽ സംഭവിച്ചതിന്റെ വ്യാഖ്യാനമാണ്. അതിനാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ. ചരിത്രത്തിൽ സംഭവിച്ചത് ചരിത്രമാണ്. അവന്റെ വ്യാഖ്യാനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ബാധിക്കുന്ന തരത്തിൽ ദൈവം പ്രചോദിപ്പിച്ച് എഴുതുമ്പോഴാണ് അത് ദൈവവചനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് പണ്ടത്തെ ഒരു ജനപ്രളയ കഥയല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നതും എനിക്കും നിങ്ങൾക്കും ഒരു ദൗത്യം, ഒരു ടാസ്ക് തരുന്നതുമായ ഒരു വലിയ തിരുവചന വാക്യമാണ്. ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ രക്ഷാചരിത്രത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിന്റെ ക്യാമറ എന്നെ ഫോക്കസ് ചെയ്യുന്നു. ആ തിരിച്ചറിവോടെ പെരുമാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.